കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത വിധം സമാനതകളില്ലാത്ത ഒരു ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് CPM ഇപ്പോൾ കടന്നുപോകുന്നത്. പാർലമെന്ററി രംഗത്തെ കനത്ത തിരിച്ചടികളും വോട്ട് ചോർച്ചയും മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ അനിശ്ചയത്തിനായ നേതാവിനും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ അടിത്തട്ടിൽ നിന്നും, പ്രത്യേകിച്ച് പാർട്ടിയുടെ ചുവപ്പുകോട്ടകളിൽ നിന്ന് ഇത്രയും ശക്തമായ ഒരു ജനകീയ പ്രതിരോധവും ആഭ്യന്തര വിപ്ലവവും ഉയർന്നു വരുന്നത് ഇതാദ്യമായാണ്. കേരള രാഷ്ട്രീയത്തിൽ CPM എന്നാൽ കണിശമായ അച്ചടക്കവും പാർട്ടി നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസ്മരിക്കുന്ന അണികളുമാണ് എന്നതായിരുന്നു പൊതുവായുള്ള ധാരണ. എന്നാൽ സമീപകാല നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ വൻ പരാജയം പാർട്ടിയുടെ അടിത്തറയെ തന്നെ ഉലച്ചിരിക്കുകയാണ്. പരാജയത്തിന് തൊട്ടു പിന്നാലെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള പാർട്ടി സംസ്ഥാന സമിതിയുടെ തീരുമാനം കനൽ ജ്വലിച്ചു നിന്ന അണികൾക്കിടയിലേക്ക് എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി. 10 വർഷം സർവാധികാരിയായി ഭരണം കൈയാളിയ ഒരു നേതാവ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറി നിൽക്കുന്നതിന് പകരം പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് വന്നിരിക്കുന്നത് താഴെത്തട്ടിലുള്ള സഖാക്കൾക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല. അയ്യപ്പന്റെ മണ്ണായ പത്തനംതിട്ടയിൽ നിന്നും ഉയർന്ന കനത്ത പ്രതിഷേധം കൊല്ലം വഴി പാർട്ടിയുടെ ജീവരക്തമായ കണ്ണൂരിലും ആഞ്ഞടിച്ചതോടെ സംസ്ഥാന നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ചങ്കിടിപ്പിലാണ്. പിണറായി കുടുംബത്തിന് വേണ്ടിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി പാർട്ടിയെ തകർത്തുവെന്ന അതിരൂക്ഷമായ ആക്ഷേപമാണ് താഴെത്തട്ടിൽ നിന്നും ഇപ്പോൾ ഇരമ്പുന്നത്. അടിത്തറയിളക്കിയ പാർട്ടിയെ രക്ഷിക്കാൻ അണികൾ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ പിണറായി വിജയന് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഒഴിയേണ്ട വരുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ അപ്രമാദിത്വത്തിന് നേരെ ആദ്യമായി പരസ്യമായ കലാപക്കൊടി ഉയർന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത ഭാഷയിലാണ് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കടന്നാക്രമിച്ചത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയ പാർട്ടി സംസ്ഥാന സമിതിയുടെ തീരുമാനം അടിയന്തരമായി റദ്ദാക്കണമെന്ന് യോഗത്തിൽ നേതാക്കൾ വെട്ടിത്തുറന്നാവശ്യപ്പെട്ടു. പാർട്ടി നിശ്ചയിച്ച പ്രായപരിധിയിൽ ഇളവ് നൽകിയത് പിണറായിക്ക് വീണ്ടും മുഖ്യമന്ത്രി ആകാനായിരുന്നുവെന്നും അല്ലാതെ തോറ്റതിനു ശേഷം പ്രതിപക്ഷ നേതാവായി വന്ന് ഇരിക്കാനല്ലെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വ്യക്തിപൂജയ്ക്കും ധാർഷ്ട്യത്തിനും വഴിപ്പെട്ട നേതൃത്വത്തിനാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ അഹന്ത നിറഞ്ഞ പെരുമാറ്റ രീതിക്കും ശൈലിക്കുമാണ് സാധാരണ ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയതെന്ന് പത്തനംതിട്ടയിലെ നേതാക്കൾ വിലയിരുത്തി. ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാർട്ടിക്ക് പൂർണ്ണമായും അന്യമായി മാറിയെന്നും പാർട്ടി പ്രവർത്തകരുടെ പ്രാദേശിക നേതാക്കളുടെ ആവശ്യങ്ങൾക്ക് അവിടെ യാതൊരു പരിഗണനയും ലഭിച്ചില്ലെന്നും തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം പിണറായിക്കാണെന്നും നേതാക്കൾ തുറന്നടിച്ചു. മുൻ മന്ത്രി വീണ ജോർജ് പങ്കെടുത്ത യോഗത്തിൽ മന്ത്രിമാരുടെ മോശം പ്രവർത്തനവും കടുത്ത വിമർശനത്തിന് വിധേയമായി. ജനങ്ങളോട് സംവാദിക്കാൻ അറിയാത്ത ജനപ്രതിനിധികൾ എന്ന നിലയിൽ പരാജയപ്പെട്ട മന്ത്രിമാരാണ് പാർട്ടിയുടെ പതനത്തിന് ആക്കം കൂട്ടിയതെന്നായിരുന്നു പൊതുവായ വികാരം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും പത്തനംതിട്ടയിൽ വിട്ടുവീഴ്ചയില്ലാത്ത വിമർശനമാണ് ഉണ്ടായത്. പാർട്ടി താല്പര്യമല്ല, മറിച്ച് പിണറായിയുടെ കുടുംബത്തെയും സ്വന്തം കുടുംബത്തെയും സംരക്ഷിക്കാനാണ് സെക്രട്ടറി നോക്കിയതെന്ന് അംഗങ്ങൾ പരിഹസിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേരാത്ത വിധം കുടുംബഭരണം പാർട്ടിക്കുള്ളിലേക്ക് കടത്തിവിട്ടതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സെക്രട്ടറിക്കാണെന്ന യോഗത്തിൽ വിമർശനമുയർന്നു. ഈ തിരുത്തൽ കാറ്റ് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ എത്തിയപ്പോൾ കൂടുതൽ ശക്തമായി. പാർട്ടിയുടെ നയപരമായ പരാജയങ്ങളെയും വ്യക്തികേന്ദ്രീകൃതമായ തീരുമാനങ്ങളെയും കൊല്ലത്തെ നേതാക്കൾ വിചാരണ ചെയ്തു. തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ സ്വന്തം ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിച്ചത് പാർട്ടി പ്രവർത്തകർക്ക് പോലും ദഹിക്കാത്ത തെറ്റായ സന്ദേശമാണ് നൽകിയതെന്ന് കൊല്ലത്തെ നേതാക്കൾ തുറന്നടിച്ചു. കഠിനാധ്വാനം ചെയ്യുന്ന അനേകം സാധാരണ പ്രവർത്തകരെ അവഗണിച്ച് നേതാക്കളുടെ കുടുംബങ്ങൾക്ക് സീറ്റ് നൽകുന്ന രീതി പാർട്ടിക്ക് ജീർണത വളർത്തിയെന്നും അവർ കുറ്റപ്പെടുത്തി. പരിഹസിക്കുന്ന രീതിയിലുള്ള പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളന ശൈലി മാറ്റണമെന്നും ജനം മാറ്റിവെച്ച വിധിയിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊള്ളണമെന്നും ആവശ്യമുയർന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പാർട്ടിയുടെ വീഴ്ചകളെ ന്യായീകരിക്കാനും ജനവിധിയെ നിസ്സാരവൽക്കരിക്കാനും ശ്രമിക്കുന്നത് പാർട്ടിയെ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നുണ്ടായി. പുതിയ തലമുറയുടെ ചിന്തകളെയും മാറുന്ന സാമൂഹിക പശ്ചാത്തലത്തെ മനസ്സിലാക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്ന സ്വയം വിമർശനവും യോഗത്തിലുണ്ടായി. തിരുത്തൽക്കാറ്റൊടുവിൽ പാർട്ടിയുടെ പരമാധികാര കേന്ദ്രവും പിണറായി വിജയന്റെ MV ഗോവിന്ദനെയും തട്ടകവുമായ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലും എത്തിയതോടെയാണ് സംസ്ഥാന സമിതി അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായത്. കണ്ണൂരിൽ നിന്നുള്ള വിമർശനം സംസ്ഥാന നേതൃത്വത്തിന് തള്ളിക്കളയാവുന്നതിനും അപ്പുറമായിരുന്നു. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശൈലി ജനങ്ങൾക്ക് ദഹിച്ചില്ലെന്നും നേതൃത്വം സ്വയം തിരുത്തിയില്ലെങ്കിൽ അണികൾ നേരിട്ട് തിരുത്തിക്കുമെന്നുള്ള കടുത്ത മുന്നറിയിപ്പാണ് കണ്ണൂരിൽ നിന്നുണ്ടായത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉൾപ്പെടെ പാർട്ടിക്ക് എന്നും വൻ ഭൂരിപക്ഷം നൽകിയിരുന്ന കോട്ടകളിൽ വിള്ളലുണ്ടായത് ഇതിന്റെ തെളിവാണ്. ഈ മേഖലകളിൽ പാർട്ടി വോട്ടുകൾ വൻതോതിൽ ചോർന്നത് നേതൃത്വത്തിനെ കണ്ട് തുറപ്പിക്കേണ്ടതായിരുന്നു എന്ന് യോഗം വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം നിറഞ്ഞ പല വാക്കുകളും പ്രയോഗങ്ങളും തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായെന്ന് സ്വന്തം നാട്ടിലെ നേതാക്കളെ പോലും സമ്മതിക്കുന്നു. ജനങ്ങളോട് പാലിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് പകരം അധികാരത്തിന്റെ ഗർവ് കാണിച്ചത് തിരിച്ചടിയായിരുന്നുവെന്ന് അവർ വ്യക്തമാക്കി. സ്വജനപക്ഷപാതവും ചുറ്റും നിൽക്കുന്ന കോട്ടറികൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും കണ്ണടച്ച് ന്യായീകരിക്കുന്ന പിണറായി ശൈലിയുമാണ് വിനയായതെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവികാരം. പാർട്ടിയിലെ ഒരു ചെറിയ വിഭാഗം ആളുകൾക്ക് മാത്രം സാമ്പത്തികവും രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ഭരണം
വഴിവെച്ചപ്പോൾ സാധാരണ സഖാക്കൾ അവഗണിക്കപ്പെടുകയായിരുന്നുവെന്ന യാഥാർത്ഥ്യം കണ്ണൂരിലെ യോഗങ്ങളിൽ വികാരാധീനമായി പലരും ഉന്നയിച്ചു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഒരു നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് വന്നിരിക്കുന്നത്. സാധാരണ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മുതിർന്ന നേതാക്കൾ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുകയോ ചെയ്യുന്നതാണ് പാർട്ടിയുടെ കീഴ്വഴക്കം. എന്നാൽ ഇവിടെ പിണറായി വിജയൻ കസേര ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറാകാത്തത് അണികളിൽ കടുത്ത അമർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തോൽവിക്ക് കാരണക്കാരനായ ആൾ തന്നെ വീണ്ടും നേതൃത്വത്തിലേക്ക് വരുന്നത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ കൂടുതൽ നാശത്തിലേക്ക് നയിക്കുമെന്നാണ് താഴെത്തട്ടിലെ വിലയിരുത്തൽ. ഗ്രാമീണ മേഖലകളിൽ പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ജനങ്ങളെ തിരികെ കൊണ്ടുവരണമെങ്കിൽ നേതൃത്വത്തിന്റെ മുഖം മാറിയേ തീരുവെന്ന് പ്രാദേശിക നേതാക്കൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പോലും മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത വിധം പിണറായി വിജയൻ വ്യക്തിപരമായ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. പാർട്ടിയിൽ എല്ലാ കാലത്തും നിലനിന്നിരുന്ന കേന്ദ്രീകൃത ജനാധിപത്യം എന്ന തത്വം ഇപ്പോൾ വെറും കേന്ദ്രീകരണം മാത്രമായി മാറിയെന്നും ജനാധിപത്യം നഷ്ടപ്പെട്ടുവെന്നും ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നു. പാർട്ടി അണികളുടെ വികാരം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായാൽ പിണറായി വിജയന് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരുമെന്നത് ഏതാണ്ട് ഉറപ്പാണ്. കാരണം പാർട്ടിക്ക് അതിന്റെ അടിത്തറയായ അണികളെയും വോട്ടർമാരെയും പൂർണ്ണമായും പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സോഷ്യൽ മീഡിയയിലും പ്രാദേശിക പാർട്ടി ഓഫീസുകളിലും ഇപ്പോൾ തന്നെ ഈ പ്രതിഷേധം പരസ്യമായി പ്രകടമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ CPM-ന്റെ തലപ്പത്ത് വലിയൊരു അധികാര മാറ്റത്തിനാകും വരും ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കുക. പിണറായി വിജയന്റെ കൽപ്പനകൾക്ക് മാത്രം കാതോർത്തിരുന്ന AKG സെന്ററിൽ ഇനിയും തിരുത്തൽവാദികളുടെയും പുതുതലമുറയുടെയും ശബ്ദം ശക്തമാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാകാം, അല്ലെങ്കിൽ വലിയൊരു പിളർപ്പിന്റെയോ തകർച്ചയുടെയോ മുന്നോടിയാകാം. എന്തായാലും കേരള രാഷ്ട്രീയത്തിന്റെ വരും ദിവസങ്ങൾ ഈ ആഭ്യന്തര വിപ്ലവത്തിന്റെ ഗതിക്കനുസരിച്ചായിരിക്കും നിർണ്ണയിക്കപ്പെടുക.